ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാൻ കോക്സ് ബസാറിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഉണ്ട്, ബേനാപോൾ, അതിൻ്റെ അടുത്ത് ഒരു ജയ്ഷോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് ഒരു സ്ലീപ്പിംഗ് ബസ്സിൽ പോവാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ സമയം 5:15. നമ്മൾ കോക്സ് ബസാറിൽ നിന്ന് നേരെ ഇന്ത്യൻ്റെ ബംഗ്ലാദേശിൻ്റെ ബോർഡറിലേക്ക് പോവാണ്. ഇവിടുന്ന് 6 മണിക്കാണ് നമ്മളുടെ ബസ്സുള്ളത്. അപ്പോൾ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് ഒരു റിക്ഷയിൽ പോകണം. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 15 മിനിറ്റോളം ഓടണം അവിടെ എത്താൻ. ഇതാണ് നമ്മളുടെ വണ്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ് കയറുന്ന സ്ഥലം. ഇവിടെയാണ് ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുള്ളത്. ടൗണിൽ നിന്ന് കുറച്ചങ്ങോട്ടേക്ക് പോന്നിട്ടാണ് ഇതുള്ളത്. നമ്മളിത് സ്ലീപ്പിംഗ് ബസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലീപ്പിംഗ് ബസ്. ഞാൻ ഫസ്റ്റ് സ്ലീപ്പിംഗ് ബസ്സിൽ കയറിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്കാണ്. അപ്പോൾ 6 മണിക്കാണ് നമ്മളുടെ ബസ് പുറപ്പെടുക. ഇവിടുന്ന് ഒരാൾക്ക് 2200 രൂപയാണ് പറഞ്ഞത്, ജയ്ഷൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പക്ഷേ 2000 രൂപയ്ക്ക് ഒരു ഡിസ്കൗണ്ട് വന്നിട്ട് 2000 രൂപക്കാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം പോകുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പുള്ളും ബസ് തുറക്കുള്ളൂ. അപ്പോഴുള്ളും നമുക്കിതിൽ കയറാൻ പറ്റുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ ലഗേജ് കൊടുക്കണം. ലഗേജ് ബസ്സിൻ്റെ അടിഭാഗത്താണ് വെക്കുക. ഞാൻ സിംഗിൾ സീറ്റാണ് എൻ്റെ ഉള്ളത്. ഇതാണ് നമ്മളുടെ ബസ്, കണ്ടില്ലേ? നല്ല ഹൈറ്റൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ ഈ ഒരു ബസ്സിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കെൻ്റെ ബസ്സിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇത് ഡബിൾ ബെഡുള്ള ഒന്നാണ്. ലൈറ്റൊക്കെ ഓഫാക്കിയിരിക്കുന്നത്. ഇതും വേറൊന്നാണ്. ഇതിങ്ങനെ നീളത്തിലങ്ങനെ കംപ്ലീറ്റ് കർട്ടനൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങ് ഒരുപാട് സീറ്റുകളുണ്ട്. ഇത് നല്ല നീളമുള്ള ബസ്സാണ്, കണ്ടില്ലേ? ഇതൊക്കെ അതിൽ പെട്ടാണ്. ഇൻ്റേത് സിംഗിളാണുള്ളത്. ഇതാണ് വേറൊന്നാണിത്. വേസ്റ്റ് ബക്കറ്റൊക്കെ ഉണ്ട്. ഇത് കോണി കയറാറുള്ളത്. അത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഇൻ്റേത്. ഇങ്ങനെ കടന്ന് സിംഗിളാണ് സുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ പോകണം. അതിൻ്റെ നേരെ മറ്റേ ഭാഗം കംപ്ലീറ്റ് ഡബിള്, ഒരു ഭാഗം കംപ്ലീറ്റ് സിംഗിൾ. ഡ്രൈവറിൻ്റെ ഭാഗം കംപ്ലീറ്റ് ഡബിൾ ബെഡ്, മറ്റേ ഭാഗം കംപ്ലീറ്റ് സിംഗിൾ ബെഡ്. അങ്ങനെയാണ് ഇതുള്ളത്. പിന്നെ ഇടയ്ക്കൊരു പാസേജ് ഇങ്ങനെ നീളത്തിലും. 6 മണിക്ക് തന്നെ ബസ്സൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് വേണം ലൈറ്റ് ഓണാക്കാം. AC കൂട്ടുന്നുണ്ട്. ഇപ്പോൾ സമയം പുലർച്ചെ 2:50. ഈ യാത്രയിൽ ബസ്സുകളെല്ലാവരും നിർത്തുന്നൊരു സ്ഥലമുണ്ട്. അതായത് ഇവർക്ക് ഡ്രൈവർമാർക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം. പിന്നെ പാസഞ്ചേഴ്സിന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ, ഒന്ന് മൂത്രം കഴിക്കണമെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ സ്ഥലത്തിൻ്റെ പേരൊന്നും കാണാനില്ല. കാരണം ഒരു സ്ഥലത്തും ഇംഗ്ലീഷിലൊരു ഒരു ലെറ്റർ വരെ ഇല്ല. കംപ്ലീറ്റ് ബംഗ്ലാ ഭാഷയിലുള്ളത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു കടയാണ്. അപ്പോൾ കടയിലൊന്ന് ഞാൻ ജസ്റ്റ് കയറിയതാണ്. ഒന്ന് ബാത്റൂമിൽ പോയിട്ടൊന്ന് മൂത്രം കഴിക്കണം. ഇതൊക്കെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻ്റാണിത്. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു 2:50 ഇപ്പോൾ ഒന്നും കഴിച്ചാൽ പോരാ. അവിടുന്ന് കഴിച്ച് കയറി വന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഹോട്ടലിൻ്റെ ഉൾഭാഗം. പലരും കഴിക്കുന്നുണ്ട്. ബംഗ്ലാദേശുകാരെ മുട്ടായികളും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇപ്പോൾ സമയം 8:05. ഞാൻ നേരത്തെ തന്നെ എണീച്ചിരിക്കുന്നത്. ഞാൻ അല്ലെങ്കിലും യാത്രയിലും വീട്ടിലൊക്കെ നേരത്തെ എണീക്കുന്ന ആളാണ്. പക്ഷെ ഒന്ന് സൂര്യപ്രകാശം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിന്നാണ്. പുറത്ത് കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു. ഇതാണ് എൻ്റെ സീറ്റ് A4. ഇത് കാല് വെക്കുന്ന ഭാഗമാണ്, ആ ഭാഗം. അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇനി റോട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇരുന്ന് ഇരിക്കുകയാണ്. കാരണം എനിക്ക് പകലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാൻ എൻ്റെ അജണ്ടയിലുള്ളതല്ല. പിന്നെ നമുക്ക് ഇരുന്നിട്ട് ഇവിടുത്തെ ഈ റോഡ് സൈഡിലെ കാഴ്ചകൾ അങ്ങനെ കണ്ട് അങ്ങനെ പോവാം.
വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ക്ലിയർ കുറവുണ്ട്, കാരണം ഗ്ലാസും അത്ര ക്ലിയർ ഇല്ല, പിന്നെ പുറത്തും അത്ര ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ കിടക്കുന്ന ബസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര. പക്ഷേ പകലായി കഴിഞ്ഞാൽ പിന്നെ കാല് നീട്ടിയിരിക്കലാണ് അതിൽ സുഖം. ഇനി പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ഞാൻ നിർത്തും. അപ്പോൾ ഡ്രൈവറും കിളിയുണ്ട്, അതുവരെ അടുത്തോണ്ട് ചോദിച്ചിട്ട് ഫ്രണ്ടിലിരിക്കണം. ഇവിടെയൊക്കെ പിന്നെ ഉന്തുവണ്ടിക്കാർ കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടു പോവാം. പല സംഭവങ്ങളുണ്ട്. കൂടുതലും മീൻ കച്ചവടക്കാരുള്ളത്. രാവിലെ ആയതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും മാർക്കറ്റിൽ ഇത് പിന്നെ റോഡ് സൈഡിലുള്ള സംഭവമാണ്. കണ്ടില്ലേ, ഉന്തുവണ്ടികളുണ്ട്. ഇത് മീൻ നേരാക്കണി കാണുന്നുണ്ടല്ലോ, വലിയൊരു കത്തി ഇങ്ങനെ കുത്തന വെച്ചിട്ടുണ്ടല്ലോ. ഇത് വേറൊരു മോഡൽ ഇതാണ്. നമ്മുടെ നാട്ടിലെ പിന്നെ വലിയ കത്തിണ്ടല്ലോ, വലിയ കത്തിനെ കുത്തന വെച്ചിട്ട് അതിൽ മുറിക്കുകയാണ് മീനൊക്കെ. ഇവിടെ ഒന്നും ഐസ് കാണല്ല, ഒക്കെ മീനൊക്കെ ഇങ്ങനെ പടപടക്കുന്ന മീനാണ്. വെള്ളത്തിലിങ്ങനെ ചാടി കളിക്കുന്നതാണ് മീനുകളൊക്കെ. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നല്ല രസമാണ്. ബിൽഡിങ്ങിൽ കൂടുതലും പരസ്യം വെച്ച് കാണാം നമുക്ക്. അതിന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പിന്നെ ബിൽഡിങ് അങ്ങനെ കണ്ടിരിക്കുന്നത് ഇതുണ്ടല്ലേ, ഇത് പരസ്യമാണ്. പെയിൻ്റ് അടിച്ചിട്ടില്ല, അവരെ പെയിൻ്റ് കൊണ്ട് ഇങ്ങനെ ആക്കിക്കാണ്. ഓരോ ഫ്ലോറും എൻ്റെ മുകളിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്നത്. അത് പൊതുവെ ബംഗ്ലാദേശിൽ അധിക സ്ഥലത്തുമുണ്ട്. ഇതൊക്കെ മീനുകളാണ് കംപ്ലീറ്റ്. ഒന്നിലും ഐസ് ഇട്ട് ഞാൻ കാണുന്നില്ല ഇവിടെ എവിടെയും. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ പോകാം. ഈ മീൻ ഓരോന്നിങ്ങനെ പാത്രത്തിലിങ്ങനെ ചാടിക്കളിക്കണല്ലോ. ഫ്രഷ് മീനാണ്, ഐശ്വരൊറ്റ നിന്നിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഭക്ഷണം ഫിഷാണ്. അത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ഡെയിലി വീട്ടിൽ ഫിഷ് കഴിക്കും. ഇതുണ്ടല്ലേ, ഒക്കെ ചാടിക്കളിക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് മീൻ കഴിച്ചാലോ എന്നൊക്കെ ഒരു പൂതിയുണ്ട്, പക്ഷേ നടക്കൂല. ഇപ്പോൾ ബസ് ഇവിടെ ഇങ്ങനെ സ്ലോലങ്ങനെ പോവാണ്. കണ്ടമാനാണ്, ഇത് കംപ്ലീറ്റ് മീനാണ്. ഏതായാലും ബംഗ്ലാദേശിൽ വന്നിട്ട് മുതലാക്കുന്നുണ്ട്. അതൊക്കെ ചാടി കളിക്കുന്നുണ്ട് മീൻ. അടിപൊളിയാണ്. എല്ലാവരും ഇന്ന് ബംഗ്ലാദേശ് വന്ന് പോകണം. ഇതാണ് പത്മ നദി. ഇതിൻ്റെ മുകളിലൂടെ ബസ് പോകുന്നുണ്ട്. ഇതിൻ്റെ താഴെ തട്ടുകൂടി ട്രെയിനാണ് പോകുന്നത്. അപ്പം ഞാൻ ഡ്രൈവർ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് 6 കിലോമീറ്ററാണ്. ഇതിൻ്റെ മുകളിലൂടെ ബസ് പോകും, ഇതിൻ്റെ താഴെ കൂടെ ട്രെയിൻ പോകും. അതാണ് പത്മ. അതാണ് ഈ പാലത്തിന് പത്മാപാലം എന്നാണ് പറയുക. 18 മീറ്ററാണ് ഇതിൻ്റെ വീതി. ഇതൊന്ന് ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ഇപ്പം നമ്മൾ ബസ് പോകുന്ന ലെവല് ഇതിൻ്റെ താഴെ തട്ടുകൂടിയാണ് ട്രെയിന് പോകുന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രെയിന് സെപ്പറേറ്റ് പോകും, പിന്നെ നമ്മളെ ഈ റോഡ് വേറെ പോകും. അതായത് ട്രെയിനിന് പോകാനും വാഹനങ്ങൾക്ക് പോകാനും ഉള്ള പാലം ഒരൊറ്റ പാലാണ്, ഒരൊറ്റ ഫൗണ്ടേഷൻ മതി. അങ്ങനെ അതാ അതിനുള്ളൊരു സൗകര്യം ഉള്ളത്. അടിപൊളിയാണ്. ഏതായാലും ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ചക്കർ. ഇദ്ദേഹം ക്ലീനറാണ്, ഇദ്ദേഹമാണ് ഡ്രൈവർ. വളരെ ചെറിയ പയ്യനാണ് ഡ്രൈവർ. ഇത് നിർമ്മിച്ചത് ചൈനയിലെ മേജർ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആയിരുന്നു. ഈ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 26 നവംബർ 2014 ആയിരുന്നു.
അങ്ങനെ നിർമ്മാണം അവസാനിച്ചത് 23 ജൂൺ 2022 അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനാണ് ഇത് ഉദ്ഘാടനം കഴിച്ചത്. 2022 ജൂൺ 25 രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം. ഏകദേശം ഒരു ദിവസം ശരാശരി 15,000-ലധികം വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നുണ്ടാണ് ഈ പാലം വകുപ്പിൻ്റെ ഡാറ്റാ വിശകലനം ഉള്ളത്. ഫസ്റ്റ് കൊല്ലത്തിൽ തന്നെ ഏകദേശം 800 കോടിയാണ് ഇതിന്ന് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഏകദേശം 3.6 ബില്യൺ ഡോളറാണ് ഇതിന് ചിലവായിട്ടുള്ളത്. ഈ പാലം തുടങ്ങുന്നത് മുൻഷിഗഞ്ചിലെ ലൗഹാജാങ് എന്ന് പറഞ്ഞ അവിടുന്ന്, പിന്നെ ശരിയാത്പൂരിലെ സാസിറ എന്ന ഭാഗത്തും, പിന്നെ മദാരിപൂരിലെ ഷിബ്ചാർ എന്ന ഒരു ചെറിയ ഭാഗത്തും കൂടിയാണ്, അതിൽ കൂടിയാണ് ഈ പാലം ബന്ധിപ്പിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു നിർമ്മാണ പദ്ധതിയായിരുന്നു ഈ പാലം. ഇത് ഇപ്പോൾ സെപ്പറേറ്റായി. ഇത് പോകുന്ന റോഡ്, അത് അവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന റോഡ്, ഇതിൻ്റെ ഇടയിലൂടെ ആ ട്രെയിനിൻ്റെ ആ ഒരു ഇതാ പോകുന്നുണ്ടല്ലേ. ഈ ട്രെയിനാണ് നേരത്തെ നമ്മുടെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയിരുന്നത്. ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് അയക്കുന്നു. ഇപ്പം നമ്മൾ സാധാ ലെവലിലേക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു അടിപൊളി സംഭവമാണിത്. ഇവിടുത്തെ ഒരു ഫേമസ് പാലാണിത്, പത്മ ബ്രിഡ്ജ്, പത്മ നദി. ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് ശേഷം ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അദ്ദേഹം ഈ പത്മ നദിക്ക് കുറുകെ ഒരു പാലം പണിയെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നിട്ട് ഈ പദ്ധതി നടപ്പാക്കിയില്ലായിരുന്നു. അങ്ങനെ 1998 സെപ്റ്റംബറിലാണ് ഈ പദ്ധതി രാജ്യത്തിൻ്റെ തലസ്ഥാനവും തെക്കും പടിഞ്ഞാറും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പാലം ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോഡ് ലെവലിൽ സാധാ ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്നെ ചിലപ്പോൾ മുന്നിൽ മാറ്റി എൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ ഞാൻ പോകുന്നതായിരിക്കും. ഇപ്പോൾ സമയം 8:30 മണിയായിരിക്കുന്നു. നമ്മളെ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ആളുകൾക്ക് മൂത്രം ഒഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയും ചെയ്യും ഇപ്പം തന്നെ. ഇപ്പോൾ രണ്ടാമത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനൊരു പൊറാട്ടയും അതിൻ്റെ മുകളിലൊരു കോഴിമുട്ടയും, അങ്ങനെയാണ് ഇവിടുത്തെ. അല്ലാണ്ട് നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല ഇവിടെ. അപ്പോൾ അത് കഴിച്ച് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നിൽക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മളെ സീറ്റിൽ അങ്ങനെ കാല് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ കൃഷിത്തോട്ടങ്ങളുണ്ട്, വാഴത്തോട്ടങ്ങളുണ്ട്, ഒന്നും വലിയ ക്ലിയർ ഇല്ല. അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം. ഇനിയും കുറേ ഓടാണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 14.5 മണിക്കൂർ അയക്കുന്നു വണ്ടി ഓടൽ തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയ ഓട്ടാണ്. ഇത് ചെമ്മരിയാടുകൾ, ഇതൊരു പെട്രോൾ പമ്പാണ്. ഇതുണ്ടല്ലോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പരസ്യം. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. 2 കാര്യമാണിത്. ഇത് ഇവിടുത്തെ വേറൊരു വാഹനമാണ്. അതിൽ കുറേ ആൾക്കാർക്ക് പോവാം. കൽക്കട്ടയിലും ഉണ്ട് ആ ഒരു സംഭവം. കൽക്കട്ടേൻ്റെ ഒക്കെ ഏകദേശം ഒരു കോലം തന്നെയാണ് ബംഗ്ലാദേശും ഉള്ളത്.
എവിടെ നോക്കിയാലും മീൻ കച്ചവടം. അതുമല്ല ഒക്കെ വെള്ളത്തിലാണ് ഉള്ളത്. ഒരു ഫ്രഷ് മോഡലിൽ അങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചോ, കൂടുതൽ ഭാഗവും വെള്ളമാണുള്ളത്. ബംഗ്ലാദേശിൻ്റെ ഒരു പ്രത്യേകത അതുതന്നെയാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഞാൻ മുമ്പൊരു ബോട്ടിൻ്റെ യാത്ര നടത്തിയിരുന്ന ഓർമ്മ ഉണ്ടോ? ബോട്ടിനായിട്ടൊരു സ്റ്റാൻഡൊക്കെ ഉള്ള, അങ്ങനെ ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു നാടാണ്. അതേപോലെ ഒരു മീനും നല്ലോണം കഴിക്കുന്ന നാടാണ്. ഇവർക്കൊന്നും അസുഖമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കാര്യമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കുറവാണ്. ധാക്കയിലൊക്കെ ഞാൻ കണ്ടത്, ആകെ ഒരൊറ്റ ഹോസ്പിറ്റലാണ് കണ്ടിട്ടുള്ളത്. പാവങ്ങളാണ് ഇവർ. ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ടുപോവാണ്. ഇപ്പം 17 മണിക്കൂറായി ഓട്ടം തുടങ്ങിയിട്ട്. നമ്മുടെ ചക്കരമ്മക്ക് സിഗ്നൽ നിൽക്കുന്ന ഞാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് സംഭവം എത്തുന്നുള്ളത്. അപ്പോൾ അതിന് റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് ജയ്ഷോർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഇനിയൊരു 38 കിലോമീറ്റർ ഓടണം നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്ക്. ഇപ്പോൾ സമയം 11:30 മണിയായിരിക്കുന്നു. ഈ ബസ് ഇതുവരെയും വരും. ഇനി ഇവിടുന്ന് നമ്മൾ വേറൊരു ബസ്സിന് കയറണം. ഒരു 150 രൂപ വേറെ വരും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.